തക്ക തുണ. വുമൺ എ ഹെൽപ്പ് മീറ്റ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരു റിട്രീറ്റ് നടത്തിയിരുന്നു. അവിടെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു വിഷയത്തെക്കുറിച്ച് പ്രാഗൽഭ്യമായിട്ടൊരാൾ, ഒരു ദൈവമകൾ പറഞ്ഞത് ഞാൻ കേട്ടു. അതെന്നെ ഹൃദയത്തിൽ വല്ലാതെ തൊട്ടു. അതുകൊണ്ട് അതിനകത്തേയും കൂടെ എടുത്തിട്ടാണ് ഞാനിത് എടുക്കുന്നത്. പരിശുദ്ധാത്മാവിൽ എൻ്റെ ഏറ്റവും വലിയ മിനിസ്ട്രി എന്ന് പറയുന്നത് കുടുംബത്തെ ദൈവത്തിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ്, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കാണുന്നത്. അനേക കുടുംബങ്ങളെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരിക. ദൈവം സൃഷ്ടിച്ച സ്ഥാപനമാണ് കുടുംബജീവിതം. കർത്താവ് വേദപുസ്തകം മുഴുവൻ കൂടെ നോക്കുകയാണെങ്കിൽ, ആദ്യം തൊട്ട് അവസാനം വരെ നോക്കുകയാണെങ്കിൽ, കുടുംബജീവിതത്തെക്കുറിച്ച് ഒത്തിരി ഭംഗിയായിട്ട് ഒരു വലിയ കുടുംബമായിട്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അപ്പനും അമ്മയും മക്കളും സമൂഹമായിട്ട് ഗ്രാൻഡ് പേരൻസ് കൊച്ചുമക്കൾ എല്ലാം ഒന്നിച്ച്. ഇപ്പം നമ്മൾ സ്വർഗത്തിൽ പോവുകയാണെങ്കിലും കുടുംബമുണ്ട് കേട്ടോ. അവിടെ അറിയുമോ എന്ന് ചോദിച്ചാൽ കുടുംബമായിട്ട് തന്നെ അവിടെ എൻജോയ് ചെയ്യുന്നതായിട്ടാണ് പലരും പല ബുക്കുകളിലും ഞാൻ വായിച്ചിട്ടുള്ളത്. അത് സത്യത്തിൽ നമ്മുടെ ഈ ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഈ മരിക്കുന്നതിന് മുമ്പ് പ്രായമുള്ളവർ, ഇപ്പോഴത്തെ ഉള്ളവർ എനിക്കത്, എൻ്റെയൊക്കെ അമ്മയൊക്കെ പ്രായമുള്ളവരൊക്കെ മരിക്കുന്നതിന് പറയും അവരുടെ അപ്പനെ കണ്ടു, അവരുടെ അമ്മയെ കണ്ടു, അവരുടെ അപ്പാപ്പനെ കണ്ടു, അവരുടെ വീട്ടുകാരെ കണ്ടു. കാരണം the souls of those people, either they come or they get the vision, or somehow they see all the relatives also come before their death. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മരിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചിട്ടുള്ള നമ്മുടെ വീട്ടുകാരെ കാണുന്നതിൻ്റെ അർത്ഥം അപ്പോൾ there is a family in heaven also. അപ്പോൾ ഈ കുടുംബത്തിൽ, നമ്മൾ ഈ ഭൂമിയിൽ ഏത് ഫാമിലിയിലാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളല്ല. ഏത് കുടുംബത്തിൽ ഏത് അപ്പനമ്മയാണ് എനിക്കുണ്ടാകേണ്ടതെന്ന് ഞാനല്ല തീരുമാനിച്ചത്, ദൈവമാണ് തീരുമാനിച്ചത്. പക്ഷെ ദൈവം അതുപോലെ തന്നെ നമ്മളെല്ലാം ദൈവത്തിൻ്റെ ആക്കണമെന്നുള്ളത് ദൈവമാണ് തീരുമാനിച്ചത്, നമ്മളല്ല. ഇറ്റ് റിലീവ്സ് യു. അത് നമുക്കൊരു വലിയ സന്തോഷമാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്ത് പിന്നെ അങ്ങ് സ്വീകരിച്ചാൽ പോരെ. അപ്പോൾ കുടുംബജീവിതത്തിൽ ഒരു സ്ത്രീയുടെ പദവി എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വേദപുസ്തകത്തിന് ആദ്യ ഭാഗങ്ങൾ തൊട്ട് നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ളത് തുടങ്ങുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നുള്ളത് ആദ്യ ഭാഗത്ത് ഉൽപ്പത്തിയിൽ എഴുതിയിരിക്കുന്നു. രണ്ടാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഏകദേശം ദൈവം പുരുഷനെ സൃഷ്ടിക്കുന്ന ഭാഗമാണ് രണ്ടാം അധ്യായത്തിലിരിക്കുന്നത്. പുരുഷനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പം എഴുതിയിരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്, 2 ഏകദേശം 18 തൊട്ട്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. തക്കതായ ഒരു തുണയാണ് ദൈവം ആഗ്രഹിച്ചത്. അല്ലാതെ നമ്മൾ പറയും അത് വിമൺ ഷുഡ് ബി സബ്മിസീവ്, അതായത് കീഴ്പ്പെട്ട് ജീവിക്കുക. സബ്മിസീവ് എന്നുള്ള വേർഡൊക്കെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് കറക്റ്റല്ല. ദൈവം വേദപുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് തക്കതായ ഒരു തുണയെ സൃഷ്ടിക്കുക. അപ്പം ഏതൊരു പുരുഷനും ഓരോ ദൈവത്തിന് സൃഷ്ടിച്ചിരിക്കുന്ന അവർക്ക് തക്കതായിട്ടുള്ളൊരു തുണ അപ്പുറത്ത് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അവർ തമ്മിൽ ചേർന്നിട്ട് ഒന്നിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഉൽപ്പത്തിയിൽ ദൈവം ആദത്തിനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ ആദത്തിന് സകല കഴിവുകളുണ്ട്. കാരണം ആദ്യം ദൈവത്തിൻ്റെ പ്രതിച്ഛായയല്ലേ, ദൈവത്തിൻ്റെ മകനല്ലേ, ആദ്യ മകനായിട്ടാണ് ആദം വന്നിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും ഛായനെ സൃഷ്ടിച്ച ആദത്തിന് അസാധ്യ ബുദ്ധിയാണ്. അപ്പോൾ ഈ എല്ലാ മൃഗങ്ങൾക്കും എല്ലാ പക്ഷികൾക്കും എല്ലാത്തിനും പേരിടാൻ ഈ ആദം എല്ലാത്തിനും ഇരട്ടിയായിട്ട് പേരിട്ട് കൊടുക്കുകയാണ്. സ്ത്രീയും പുരുഷനും, അതായത് ആണും പെണ്ണും എന്നുള്ള തരത്തിൽ എല്ലാത്തിനും പേരിട്ട് ആ പേര് എന്നും നിലനിൽക്കുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത് ശരിയല്ലേ. നമ്മളൊരു പേരിട്ടതാ. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞപ്പം ദൈവം നോക്കുമ്പോൾ ആദത്തിനൊരു തുണയില്ല. അതെന്ത്, ഞാൻ ഒരാളായിട്ട് ഇവിടെ അപ്പോൾ ആദ്യം ദൈവം ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആനന്തര യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് പേരിടേണ്ടു കാണുവാൻ അവരുടെ മുമ്പിൽ വരുത്തി സകല ജീവികൾക്കും മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. അപ്പം ദൈവം ആദത്തിനോട് പറഞ്ഞു, ആദം എല്ലാത്തിനും പേരിട്ട് കൊടുത്തു. മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എങ്കിലും മനുഷ്യന് തക്കതായ ഒരു തുണ കിട്ടിയില്ല. അവിടെ നിർത്താം. എല്ലാ മൃഗങ്ങൾക്കും ഒരു ഇണയുണ്ട്, പക്ഷെ മനുഷ്യന് തക്കതായ തുണയില്ല. അവിടെ ദൈവം ചിന്തിക്കുന്നതായിട്ട് നമ്മൾ കാണും. എന്ത് ദൈവം ചെയ്തു? ദൈവം വേറൊരു മനുഷ്യനെ ഈസി ആയിട്ട് ഇതുപോലെ ഒരു സ്ത്രീ അങ്ങോട്ടും മണ്ണ് കൊണ്ട് ഡസ്റ്റിൽ നിന്നാണ്
പൊടിയിൽ നിന്നെടുത്ത്. അത് ഉണ്ടാക്കാമായിരുന്നല്ലോ, ആദ്യത്തിനെ ഉണ്ടാക്കി. അതല്ലല്ലോ ദൈവം ചെയ്തത്. ഇവിടെ ദൈവം ചെയ്തത് എന്താണെന്ന് നമുക്ക് വായിക്കാം. ദൈവം മനോഹരമായിട്ട് ദൈവം സൃഷ്ടിച്ചത്. ഈ ഒരു മർമ്മം എല്ലാവരുടെയും തലയിൽ അടിച്ചടിച്ച് കയറ്റണം. അങ്ങനെ കരുതാരോ ആദ്യ ഭാഗം വായിക്കാൻ. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനൊരു ഗാഠനിദ്ര വരുത്തി, അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് എടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുചെന്നു. ഇതാണ് അപ്പോൾ ദൈവത്തിൻ്റെ അപാരമായ ബുദ്ധിയിൽ മനുഷ്യൻ്റെ തലയിൽ നിന്നോ മനുഷ്യൻ്റെ കാലിൽ നിന്നൊന്നും അല്ല എടുക്കുന്നത്, മനുഷ്യൻ്റെ വാരിയെല്ലിൽ നിന്ന് തന്നെ അവനൊരു അനസ്തീസിയ അല്ലെങ്കിൽ ഗാഠനിദ്ര കൊടുത്തിട്ട് അവൻ്റെ വാരിയെല്ലിൽ നിന്ന് എടുത്തിട്ട് അവന് തക്കതായ ഒരു തുണയെ സൃഷ്ടിച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ആദത്തിൻ്റെ അടുക്കൽ അതിമനോഹരിയായ ഒരു സ്ത്രീയാണ്. ആദത്തിൻ്റെ തന്നെ പ്രതിച്ഛായയിൽ ഇവിടെ ഒരാൾ നിൽക്കുകയാണ്. അപ്പോൾ ആദം കണ്ണു തുറന്ന് ഈ ഉറക്കത്തിൽ നിന്ന് അല്ലെങ്കിൽ അനസ്തീസിയ കഴിഞ്ഞിട്ട് ഗാഠനിദ്ര കഴിഞ്ഞ് തുറന്നു നോക്കുമ്പം അതിമനോഹരമായ തൻ്റെ തന്നെ രൂപത്തിൽ ചേർന്ന ഒരു സ്ത്രീ ഇവിടെ മുഴുവൻ. അതാണ് ദ ബ്യൂട്ടിഫുൾ തിങ്. അതുകൊണ്ടാണ് കാഴ്ചയ്ക്ക് വലിയ പ്രസക്തിയാണ് പുരുഷന്മാർക്ക്. അവർ നോക്കി വന്ന് അതിമനോഹരം. ഇപ്പോഴും ഹവ്വായ്ക്ക് അതിമനോഹരത്വം തന്നെ ഉണ്ട്. അത് നമ്മൾ പുസ്തകങ്ങൾ വായിക്കും മനസ്സിലാക്കാം. യേശുക്രിസ്തു ആദത്തിനെ ഹവ്വയും പർദീസയെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പർദീസയിൽ ഹവ്വായ്ക്ക് പഴയ സൗന്ദര്യത്തിൽ തന്നെയാണ്. കാരണം പാപമില്ലാത്ത സ്റ്റേജിൽ സൃഷ്ടിച്ചതല്ലേ. ആദത്തിൻ്റെ ഹവ്വയുടെ സൗന്ദര്യം നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനൊക്കത്തില്ല. ഈ ഹവ്വായെ തിണ്ടുകണുമ്പം ഈ അതിമനോഹരമായ സൗന്ദര്യമുള്ള സ്ത്രീ എൻ്റെ മാംസത്തിൽ നിന്നും എൻ്റെ ശരീരത്തിൽ നിന്നും ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് ആൻഡ് ബോൺ ഓഫ് മൈ ബോൺ, എൻ്റെ മാംസത്തിന് എൻ്റെ അസ്ഥിയിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും ഒന്നായിട്ടാണ് ദൈവം കാണുന്നത്. ദേ ആർ നോട്ട് ടു പീപ്പിൾ, ദേ ആർ വൺ അലോൺ. ഭർത്താവിന് ഭാര്യയെ വിളിക്കുമ്പോൾ ആദമെന്ന് വിളിക്കുമ്പോൾ ആദം ഹവ്വായും അതിനകത്ത് വന്നിരിക്കണം. ഹവ്വായെന്ന് വിളിക്കുമ്പം ആദം അവിടെ തലയായിട്ട് കണ്ടിരിക്കണം. ഈ ഒരു പവിത്രമായ ദൈവത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് തെറ്റിച്ചിട്ട് ഒരു കുടുംബം നടത്താൻ ഒക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ, ഇമ്പോസിബിളാണ്. ദൈവത്തിന് നിർബന്ധമാണ് ഭർത്താവിൻ്റെ പേര് വിളിക്കുമ്പോൾ ഭാര്യ അടുത്ത് കാണണം. ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണോ കുടുംബജീവിതത്തിലോട്ട് കയറ്റി വിടുന്നത്? കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ അവരോട് ഒരാൾ ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറയായിരുന്നു, ഇപ്പം സ്ത്രീകൾക്ക് കല്യാണമേ വേണ്ട, സ്ത്രീകൾക്ക് മക്കളും വേണ്ട, പിന്നെന്തുവാ പുരുഷന്മാരവരെ നോക്കണമെന്ന് അതവർക്ക് ഇഷ്ടമാണ് ഒരാളിങ്ങനെ കൊണ്ടു നടക്കാൻ. ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഗോഡ് ഇൻറ്റൻറ്റഡ്. ഗോഡ് ഇൻറ്റൻറ്റഡ് വിമൻ ടു ബി ദ ഹെൽപ്പ് മീറ്റ്, ടു ബി ഹാവിങ് എ ഫാമിലി. എന്നിട്ട് ഒന്നിച്ച് നിന്ന് അവർ രണ്ടുപേരും ഒന്നായിട്ടാണ് ദൈവം കാണുന്നത്. നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ ചെല്ലാമെങ്കിൽ നമ്മൾ വചനം പറയാനൊക്കെ വേദപുസ്തകം കൊണ്ടുപോയി നമ്മളെ പുസ്തകന്മാർ അവിടുത്തെ റിലീജിയസ് ലീഡേഴ്സ് പിടിക്കുകയാണ്. നമ്മൾക്ക് ഉപദ്രവമില്ല, അവർ നമ്മുടെ ഭർത്താക്കന്മാരെ കൊണ്ടുവച്ചുകൊണ്ട് ജയിലിലിടും. കാരണം സ്ത്രീകൾക്ക് പകരം പുരുഷനെയാണ് അവരടിക്കുന്നത്. ഒരു സ്ത്രീയെയും പുരുഷനെയും കാരണം പുരുഷൻ അവളുടെ തലയായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങ് മാറി, ഇപ്പോൾ അവിടുത്തെ നിയമമെല്ലാം മാറി ഞങ്ങളുള്ളപ്പോഴത്തെ സ്ഥിതി. അതുകൊണ്ട് ഞങ്ങൾ വേദപുസ്തകമൊക്കെ പൊതിഞ്ഞാണ് അന്ന് കൊണ്ട് നടന്നത്. എത്രയോ ഭവനങ്ങൾ നമ്മൾ അരാംകോയ്ക്ക് അകത്ത് താമസിച്ചത് കൊണ്ട് നമുക്ക് അമേരിക്കൻ ക്യാമ്പസിനകത്ത്, പക്ഷേ പുറത്ത് പോകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചോട് നമ്മൾ വേദപുസ്തകം കൊണ്ടുപോകുമ്പോൾ വചനം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് സ്ത്രീയും പുരുഷനെയും ദൈവം ഒന്നായിട്ടാണ് കണ്ടത്, രണ്ടായിട്ടല്ല. വിവാഹ ജീവിതം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടും 1 വർഷം കഴിഞ്ഞിട്ടും 5 വർഷം കഴിഞ്ഞിട്ട് ഇട്ടേച്ചു പോകാനല്ല ദൈവം ഉദ്ദേശിച്ചത്. വി ആർ എൻ്ററിങ് ഇൻ എ കവനൻറ്റ്. ദൈവവുമായിട്ട് ദൈവം നടുക്കും സ്ത്രീയും പുരുഷനും ആദ്യം ഒവ്വായി നിന്നതുപോലെ അവർ രണ്ടുപേരും ഇടതും വലുതും നിന്നുകൊണ്ട് അവരെ ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രോസസ്സാണ് മാര്യേജ്. ഇറ്റ്സ് എ കവനൻറ്റ്, ഇറ്റ്സ് എൻ ഉടമ്പടി. ആ ഉടമ്പടി തെറ്റിച്ചിട്ട് എന്തിനാ പറയുന്നത്? ഉടമ്പടിയല്ല, അമേരിക്കയിലും പുറത്തെ രാജ്യങ്ങളിലൊക്കെ കോൺട്രാക്റ്റാണ്. അതായത് ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോവുകയാണ്, നിന്നെ കല്യാണം കഴിക്കുമ്പോൾ നീ ഇട്ടേച്ച് പോവുകയാണെങ്കിൽ ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഡോളർ എനിക്ക് തന്നിരിക്കണം. അങ്ങനെയാണ് അവർ എൻ്റർ ചെയ്യുന്നത്. വാട്ട്സോട്ട് ഓഫ് എൻ്റെ അവ എവിടെയാണ് ദൈവം ഇരിക്കുന്നത്? അതെങ്ങനെ നിലനിൽക്കും? എങ്ങനെ നിലനിൽക്കും? ഭയമല്ലേ? പിന്നെ ആശയില്ലെങ്കിൽ തീർന്നില്ലേ? അല്ലെ ഈ ഉടമ്പടി എടുക്കുമ്പം ഇവൻ ഈ പണക്കാരൻ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ബാങ്ക്രപ്സി ആയാൽ എന്തെടുക്കും? ഇവർ കൊടുക്കുമോ? നമ്മൾ ഇതിൻ്റെയൊക്കെ ആഴത്തിലേക്ക് ചിന്തിക്കുക, ഇതിനകത്തൊന്നും ഒരു വിലയില്ല. പിന്നെ നിലനിൽക്കുന്ന ഒന്നേ ഉള്ളൂ, ദൈവം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം. അവനെ നരനിൽ നിന്നെടുത്തതിനെ നാരി എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീർന്നു. മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു, അവർക്ക് നാണം തോന്നിയില്ല താൻ.
പുരുഷൻ ദൈവം ആദത്തിനെ അവയെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പറയാണ്, ഇവർ സ്ത്രീയും പുരുഷനും അവർ ദൈവം ഒന്നായിട്ടാണ് കാണുന്നത്. അവരപ്പനും അമ്മയും ഉണ്ടെന്ന് പോലും ഇല്ല. പക്ഷേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയും മാറി, അതായത് ക്ലീവിങ് ആണ് എന്ന് പറഞ്ഞാൽ അവരെ വെറുക്കുകയല്ല, അവരിൽ നിന്ന് അകന്ന് താമസിച്ച് അവരുടെ ഒരു കുടുംബജീവിതം. യഹൂദൻ്റെ സിസ്റ്റം അനുസരിച്ച് വിവാഹത്തിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ വിവാഹം പോലെ തന്നെ പ്രാധാന്യം അവർക്ക്. ചെറുക്കനും പെണ്ണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിയുമ്പം പിന്നെ അവർ കാണുന്നില്ല. പക്ഷേ ചെറുക്കൻ ഉടനടി തന്നെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് മാറി ഒരു ഭവനം ഉണ്ടാക്കും. ആ ഭവനം തീർത്തിട്ട് സ്വന്തം അപ്പൻ പറയുമ്പോഴാണ് ഈ മകളെ അല്ലെങ്കിൽ ഈ പെൺകുച്ചനെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നത്. അതുവരെ അവർ കാണത്തില്ല. അങ്ങനെയാണ് യഹൂദൻ്റെ സിസ്റ്റം. നമ്മളിപ്പം വിവാഹത്തിന് മുൻപ് നമ്മൾ എല്ലാ ഉടമ്പടിയും തെറ്റിച്ചിട്ട് ജീവിച്ചേച്ച് ദൈവത്തിനെ മറുത്ത് ജീവിച്ചേച്ച് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് അതിനൊക്കെ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ അകറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും ശുഭത വരത്തില്ല, അനുഗ്രഹം വരത്തില്ല. ഇത് എൻ്റെ ഈ വചനം കേൾക്കുന്നവർ ഇത് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, ഞാനും ചെറുപ്പപ്രായത്തിൽ ഞാനും ഡിവോഴ്സൊക്കെ സമ്മതിച്ച ലോയറാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വേദപുസ്തകം അടിസ്ഥാനം സത്യം പറയുന്നതാണ് കറക്റ്റെന്ന് മനസ്സിലാക്കുമ്പം കറക്റ്റ് ചെയ്തത് വിളിച്ചു പറയാണ്. കാരണം ഇത് ഒരാൾ ആധികാരമായിട്ട് പറയുമ്പോൾ ഇറ്റ് ഹാസ് ആൻ ഇഫക്റ്റ്. എല്ലാവരും കുടുംബങ്ങളിൽ ഇങ്ങനെ പറയാമെങ്കിൽ ദർ ഇസ് എ ഡിഫറൻസ്. അതാരും പറയുന്നില്ല. എല്ലാവർക്കും അവനവൻ്റെ സുഖം, ദൈവത്തിൻ്റെ അഗാപ്പേ സ്നേഹം, അതായത് കൊടുക്കുന്ന സാക്രിഫൈസ്. ഞാൻ ആ ഭവനത്തിൽ ചെന്നാൽ, അല്ലെ ഞാൻ ഈ പുരുഷനുമായിട്ട് ചേർന്നാൽ ആ പുരുഷന് എന്ത് പ്രയോജനം എന്നെക്കൊണ്ടുണ്ടാകും എന്നുള്ളതായിരിക്കണം നമ്മുടെ വിവാഹത്തിന് മുമ്പിലുള്ള ചിന്ത. പുരുഷനും അങ്ങനെ തന്നെ. ഞാൻ അവളോട് ചേരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു കുടുംബം ഉണ്ടാക്കും, ഞങ്ങളുടെ തലമുറ ദൈവത്തെ അറിയുന്നു. വി വിൽ ബ്രിങ് ഗ്ലോറി ടു ദ ലിവിങ് ഗോഡ്. പുരുഷൻ തലയാകണമെങ്കിൽ ദൈവം തലയായിട്ട് വരണം. To be in authority, you have to be under authority. നമുക്കൊരു അധികാരം വേണ്ടി പുരുഷന്മാരോട് ഞാൻ പറയുകയാണ്, ദൈവം മുകളിലില്ല എങ്കിൽ ഒരു സ്ത്രീയും ഒരു പുരുഷനെ മാനിക്കത്തില്ല. ഇല്ല, സത്യമാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പക്ഷേ പുരുഷൻ്റെ മുകളിൽ ദൈവം വരുമ്പോൾ, ദൈവത്തിൻ്റെ പ്രതിച്ഛായയായിട്ട് അവർ നിൽക്കുമ്പോൾ ഏതൊരു സ്ത്രീയും അനുസരിക്കും. എന്തിനാ? ദൈവം ഫറവോൻ്റെ മുമ്പിൽ മോശയെ വിട്ടപ്പം ദൈവം പറഞ്ഞില്ലേ, മോശെ നീ ഫറവോൻ്റെ മുമ്പിൽ നീ ദൈവമായിരിക്കുമെന്ന്. അതാണ് നമ്മൾ ആരെ റെപ്രസെൻ്റ് ചെയ്യുന്നുള്ളതാണ് പ്രാധാന്യം. കുടുംബജീവിതം സ്റ്റാർട്ട് ചെയ്യുന്നവർ ഇത് തുടങ്ങണം ആദ്യം തൊട്ട്. ചർച്ചുകളിലൊക്കെ ഒരു മാസത്തെ ക്ലാസ്സസൊക്കെ എടുത്തിട്ടാണ് വിവാഹം നടത്തുന്നത്. ഒരു സത്യം മനസ്സിലാക്കണം, ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത വിവാഹങ്ങൾ ഒത്തിരിയും കൂടുതൽ ഡിവോഴ്സ് കുറവാണ്. പക്ഷേ അല്ലാത്തത് അന്നേരമേ നിൽക്കുന്നുണ്ട്. കാരണം ദർ ഇസ് നോ യൂണിറ്റി. ആത്മാവില്ലാതെ എവിടുന്ന യൂണിറ്റി വരുന്നത്? ഞാൻ ചിന്തിക്കുന്നതേ അല്ല അങ്ങേപ്പുറത്തെ ആൾ കാണുന്നത്. നമ്മൾ ഏതൊരു കുടുംബത്തിലും വിശ്വാസ ജീവിതത്തിൽ ജീവിക്കുന്നവരുടെ അവിശ്വാസി കയറി വന്നാൽ ആ കുടുംബത്തിൽ കലക്കം ഒരു വർഷങ്ങളോളം നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രായമുള്ളവരത് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ കൊണ്ടുവന്ന് അവസാനം അവരെ കൊണ്ട് ദൈവത്തിലാക്കാൻ സാധിക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഈസി. ബട്ട് ദെർ ഈസ് ആൻ ഈസിയർ വേ. വാക്ക് ഇൻ ദ പാത്ത് ഓഫ് ദ ലിവിങ് ഗോഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബജീവിതം അവിടെ നിന്നാണ് തുടങ്ങിയത്. സ്ത്രീ ഒരു തക്ക തുണയെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിക്കുന്നത്. To be submissive does not mean to be under somebody. മറ്റുള്ളവരുടെ അടിച്ച് ചവിട്ടുന്ന ഒരു സ്ലൈവായിട്ടല്ല നീ ഉദ്ദേശിച്ചത്. സബ്മിസീവ് മീൻസ് അന്യോന്യം അത് കാര്യങ്ങൾ തീരുമാനിച്ച് എടുത്തിട്ട്, ഭർത്താവ് ഒരു തീരുമാനം എടുത്തു എങ്കിൽ അതിന്മേൽ ഉറച്ചു നിൽക്കണം. പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും മാറുക. ഭർത്താവും അങ്ങനെ തന്നെ. രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുക്കുന്നതിൽ ഉറച്ചു നിൽക്കുക. എന്താണേലും രണ്ടുപേരുടെ, ഭാര്യയുടെ തല ഭർത്താവും ഭർത്താവിൻ്റെ തല ദൈവവുമായിട്ട് നിന്നില്ല എങ്കിൽ കാര്യം നടക്കത്തില്ല. ഈ ഓർഡർ തെറ്റിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. തലയില്ലാത്ത പുരുഷന്മാരെന്ന് പറഞ്ഞാൽ സങ്കടമാണ്, തലയില്ലാത്ത സ്ത്രീ എന്ന് പറഞ്ഞാലും സങ്കടമല്ലേ ഭർത്താവ്. അതുകൊണ്ട് ക്രിസ്തുവിനെ മുൻപിൽ കണ്ടുകൊണ്ട് നിന്നിൽ ജീവിക്കുന്ന ഒരു പുരുഷൻ ഭർത്താവിനെ വിളിക്കുമ്പോൾ ഭർത്താവിൻ്റെ കൂടെ ഭാര്യ ഉണ്ട് എന്ന് കാണത്തക്ക വിധത്തിൽ നമ്മളെ ഓരോരുത്തരും ആദമെന്ന് വിളിക്കുമ്പോൾ ആദത്തിൻ്റെ കൂടെ അവ്വ ഉണ്ടായിരിക്കണം കർത്താവേ. ആ ഒരു സൃഷ്ടി ദൈവം ആദ്യമേ സൃഷ്ടിച്ച് ആ ലെവലിലേക്ക് തിരിച്ചു കയറി വരാൻ നീ ഞങ്ങളെ ആഹ്വാനം ചെയ്യുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ അടുത്ത തലമുറകളോട് ഇത് പറഞ്ഞ് പഠിപ്പിക്കാനും കുടുംബജീവിതം വിശുദ്ധമാണെന്നും അത് ദൈവം നിയോഗിച്ചതാണെന്നും അതൊരു ഉടമ്പടിയാണെന്നും അതിൻ്റെ നടുക്ക് നിൽക്കുന്നത് ദൈവമാണ്.
നാം ബലഹീനത കാണിച്ചാൽ അവൻ നമ്മളെ പൊതിഞ്ഞു നിർത്തുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണല്ലോ ക്രിസ്തുവിൽ നമ്മൾ ഒന്നിച്ചായി തീരുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഇല്ലാതെ എൻ്റർ ചെയ്യുന്ന കുടുംബജീവിതം നാശത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കർത്താവ് ഉള്ളിടത്ത് അപ്പച്ചൻ എങ്ങനെയെങ്കിലും അത് കൃപയിൽ നിർത്തി ഒന്നിച്ച തലമുറകൾക്ക് അനുഗ്രഹം. എത്രയോ കുടുംബങ്ങളിൽ അപ്പനും അമ്മയും മാറി നിന്ന് അപ്പൻ്റെ അമ്മയുടെ സ്നേഹം ലഭിക്കാതെ മക്കൾ എവിടെയെല്ലാം എൻ്റെ ദൈവമേ സ്ട്രീറ്റിലും ഹിപ്പീസിൻ്റെ കൂട്ട് അവിടെ ഇവിടെ നടന്ന് സ്നേഹത്തിന് വേണ്ടി നടന്ന് നശിച്ചു പോകുന്നത്. കരുണയുള്ള ദൈവമേ, നിൻ്റെ ആ ആത്മീകമായ ദർശനം ഞങ്ങൾക്ക് തിരിച്ചു തന്നിട്ട് അവിടുന്ന് ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിച്ചതുപോലെ സമൃദ്ധമായ കുടുംബജീവിതത്തിലേക്ക് പുരുഷൻ അമ്മയും അപ്പനെ മാറി നിന്നിട്ട് ഒരു ക്ലീവ് ചെയ്തിട്ട് അവരെ കാണണ്ടിപ്പം കാണും, പക്ഷെ എപ്പോഴും അവരുടെ കൂടെ അവരുടെ അടിമയായിട്ട് നിൽക്കാതെ ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വേറെ ഭവനമായിട്ട് ജീവിപ്പാൻ നീ അവരെ ബലപ്പെടുത്തണമേ. അടുത്തൊരു തലമുറയെ വാർത്തെടുക്കുന്ന കുടുംബങ്ങളാക്കി അവരെ മാറ്റിയെടുക്കണമേ. സ്ത്രീ തക്ക തുണയായിട്ട് നിൽക്കുമ്പോൾ ആ കുടുംബം ഐശ്വര്യമായിട്ട് മാറാൻ പുരുഷന് ദൈവത്തിൻ്റെ തലയുണ്ടാകുവാൻ തക്കവണ്ണം ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അപ്പച്ച അങ്ങനെ ഒരു കുടുംബജീവിതം ഐശ്വര്യമാക്കി തരുന്നതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.